വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പദസഞ്ചലനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള പദസഞ്ചലനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? പദസഞ്ചലനം എങ്ങനെ പുരോഗമിക്കുന്നു? അനിൽ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. സംഘത്തിൻ്റെ തിരുവനന്തപുരം മഹാനഗർ ജില്ലയിൽ പേരൂർക്കട നഗരത്തിലുള്ള ആൽത്തറ ബസ്തിയുടെ പഥസഞ്ചലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഥസഞ്ചലനം തിരുവനന്തപുരം നമ്മൾ വെള്ളയമ്പലത്തെ ആൽത്തറ ജംഗ്ഷൻ മുതൽ CSM നഗർ ഗ്രൗണ്ട് വരെയാണ് ഇവിടെ പഥസഞ്ചലനം നടക്കുന്നത്. പൊതുപരിപാടി ഏതാണ്ട് 5 കാലോടെ പൊതുപരിപാടി ആരംഭിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻ DGP S ആനന്ദകൃഷ്ണനാണ് ഇവിടെ പൊതുപരിപാടിയിൽ അധ്യക്ഷനായി എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശ്രദ്ധേയമായ പഥസഞ്ചലനങ്ങളൊന്നാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടികളൊന്നാണിത് എന്നുള്ളതാണ്. വിവിധ ഒരു ചെറിയ പ്രദേശത്തെ, അതായത് നമ്മൾ ഈ ബസ്തികൾ എന്ന് പറയുമ്പോൾ സംഘത്തിൻ്റെ ബസ്തികൾ കേന്ദ്രീകരിച്ചുള്ള നഗരത്തിലെ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഏതാണ്ട് 100ഓളം പഥസഞ്ചലനം ഇന്ന് തിരുവനന്തപുരം മഹാനഗരത്തിൽ മാത്രം നടക്കുന്നുണ്ട് എന്നുള്ള സംഘം നൽകിയിരിക്കുന്ന കണക്കുകൾ. ഇപ്പോൾ പലയിടങ്ങളിലായി അതിൽ ഒരു പഥസഞ്ചലനം മാത്രമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലാണെങ്കിലും ശരി, ഭാരതത്തിലെ ഓരോ ചെറിയ പ്രദേശങ്ങളിലേക്കുമാണ് ഈ സംഘത്തിൻ്റെ വിജയദശമി ദിന പഥസഞ്ചലനം ഇത്തവണ അതിൻ്റെ 100 ശതാബ്ദി വർഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പഥസഞ്ചലനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ പ്രദേശത്തുണ്ട്, തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെയാണെങ്കിലും അവിടെ പ്രാദേശികമെന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് കൂടി ഒരു റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉള്ള ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ പഥസഞ്ചലനം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സംഘത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് കൂടി ഈ ശതാബ്ദി ആഘോഷം ഏത് തലം വരെ എത്തണമെന്നുള്ള കാഴ്ചപ്പാട് കൂടി പഥസഞ്ചലനങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പഥസഞ്ചലനം പുരോഗമിക്കുകയാണ്. 5 പൊതുപരിപാടി ആരംഭിക്കുന്നതുമാണ്. അനിൽ നമ്പ്യാർ. തിരുവനന്തപുരം മഹാനഗരത്തിൽ 100ഓളം ഇടങ്ങളിലാണ് പഥസഞ്ചലനങ്ങൾ നടക്കുന്നത്. മുൻ DGP S ആനന്ദകൃഷ്ണനാണ് ഇന്ന് നേരത്തെ പ്രജിത്ത് പറഞ്ഞ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കൊല്ലത്തേക്ക് പോകാം. മനോജ് ചേരുന്നു. മനോജ്, കൊല്ലത്ത് എത്ര ഇടങ്ങളിലാണ് പഥസഞ്ചലനം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. കൊല്ലം മഹാനഗരത്തിലെ തേവള്ളി ഉപനഗരത്തിന്റെ ഈ പഥസഞ്ചലന പരിപാടിയിലാണ്. ഈ പഥസഞ്ചലനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സമാപിക്കുന്നത്. നിരവധി ഉപനഗരങ്ങളിലായി, അതായത് ഇത്തവണ മണ്ഡലാടിസ്ഥാനത്തിലും ഉപനഗരങ്ങളിലുമൊക്കെയാണ്, ബസ്തി അടിസ്ഥാനത്തിലുമാണ് ഈ പഥസഞ്ചലനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിജയദശമി ആഘോഷം എല്ലാ ഗ്രാമങ്ങളിലും എത്തണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. അതനുസരിച്ച് തന്നെ വലിയ പരിപാടികളല്ലാതെ, അതായത് കൂടുതൽ ആളെ കൂട്ടി പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഉപരി എല്ലാ ഗ്രാമങ്ങളിലേക്കും ഈ എല്ലാ ശാഖകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഉപസ്ഥിതി ഉറപ്പാക്കിക്കൊണ്ടുള്ള മണ്ഡലാടിസ്ഥാനത്തിൽ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും വിജയദശമി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ ശതാബ്ദി ആഘോഷം കൂടെയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി ഗണവേഷം അണിഞ്ഞുകൊണ്ട് ഓരോ സ്വയംസേവകരും ഈ ഒരു റൂട്ട് മാർച്ചിൽ, അതായത് ഈ പഥസഞ്ചലനത്തിൽ പങ്കെടുക്കുകയാണ്.
സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷക കാണുന്നത്.